I have a clear message for those leaders who recognize a Palestinian state after the horrific massacre on October 7. You are giving a huge reward to terrorism. And I have another message for you. It will not happen. A Palestinian state will not be established west of the Jordan River. For years, I've prevented the establishment of this terrorist state, despite tremendous pressure both domestically and internationally. We did this with determination, and we did it with diplomatic wisdom. Moreover, we doubled Jewish settlement in Judea and Samaria, and we will continue on this path. വിവരങ്ങളുമായി വി ആർ കാർത്തിക് നാളെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനം ആരംഭിക്കുന്നുണ്ട്. അവിടെ ദ്വിരാഷ്ട്ര പരിഹാരം എന്നൊരു ചർച്ച ഉണ്ടാകുമോ എന്ന് ഏറ്റവും ഉദ്വേഗത്തോടെ കാത്തിരിക്കാൻ ഒരു കാരണം നെതന്യാഹുവിൻ്റെ ഈ പ്രഖ്യാപനം കൂടിയാണ്. ഗാസയെ ഇല്ലാതാക്കിയല്ലാതെ ഇനി പിന്മാറില്ല എന്നൊരു വെല്ലുവിളി കൂടിയല്ലേ ഇപ്പോൾ നെതന്യാഹു നടത്തുന്നത്? തീർച്ചയായിട്ടും ശ്രീജ, സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിന് ഒരു വശത്ത് പിന്തുണ വർദ്ധിപ്പിക്കുമ്പോൾ മറുവശത്ത് പ്രകോപനം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നതാണ് ശ്രദ്ധേയം. നമ്മളിപ്പോൾ കേട്ട വാക്കുകൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ്. അല്പം മുമ്പ് നെതന്യാഹു ഒരു പടി കൂടി കടുപ്പിച്ച് ഇതേ നിലപാട് ആവർത്തിച്ചു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ജൂയിഷ് കലണ്ടറിൽ ഇന്ന് അവരുടെ ന്യൂ ഇയർ ആരംഭമാണ്. ഈ ചടങ്ങിൽ, അതായത് ഈ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് സൈനിക തലവന്മാരുമായി അല്പം മുമ്പ് അദ്ദേഹം ഒരു കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിലും അദ്ദേഹം പറഞ്ഞത് യുദ്ധവുമായി മുന്നോട്ട് പോകും, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല. ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കും വരെ, ഇസ്രയേൽ ബന്ദികളെ മോചിപ്പിക്കും വരെ, അതിനും അപ്പുറത്തേക്ക് യുദ്ധ ലക്ഷ്യങ്ങൾ നേടിയെടുക്കും വരെ, അതായത് ഇസ്രയേലിന് ഗാസ ഒരു ഭീഷണി അല്ലാതെയായി മാറുന്ന കാലം വരെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് പ്രകോപനപരമായ നെതന്യാഹുവിൻ്റെ വാക്കുകൾ അല്പം മുൻപും വന്നത്. അതേസമയം എല്ലാവരും ഉറ്റുനോക്കുന്നത് നേരത്തെ ശ്രീജ പറഞ്ഞതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഉന്നതതല യോഗത്തിലേക്കാണ്. ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയുടെ ഭാഗമായി നടക്കുന്ന സെക്യൂരിറ്റി കൗൺസിൽ, അതിനുശേഷം നടക്കുന്ന ഉന്നതതല യോഗം. ഈ യോഗത്തിൽ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിന് കൂടുതൽ പിന്തുണ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. 193 അംഗരാജ്യങ്ങൾ, ഇതിലേതാണ്ട് 145 രാജ്യങ്ങളിലധികവും സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിനെ നേരത്തെ തന്നെ അംഗീകരിച്ചതാണ്. ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നു. കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ, അതോടൊപ്പം തന്നെ പോർച്ചുഗൽ അടക്കമുള്ള രാജ്യങ്ങൾ അവർ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാട് അംഗീകരിച്ചിരുന്നു. ഇതിന് പിന്നാലെ ഇപ്പോൾ ഫ്രാൻസും ശക്തമായി രംഗത്ത് വരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫ്രഞ്ച് പ്രസിഡന്റും അതോടൊപ്പം തന്നെ സൗദി ഭരണാധികാരിയും ചേർന്ന് നടത്തുന്ന യോഗത്തിൽ ആ യോഗത്തിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. അതിനുശേഷമാണ് UN സെക്യൂരിറ്റി കൗൺസിൽ നടക്കുക. ഈ യോഗത്തിലും സ്വാഭാവികമായും പലതരത്തിലുള്ള വിഷയങ്ങൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിലുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം, അതോടൊപ്പം തന്നെ ലോകത്തോട് അമേരിക്കയുടെ നിലപാട്, രണ്ടാം തവണ അധികാരത്തിലെത്തിയ ശേഷം ട്രംപ് പങ്കെടുക്കുന്ന ആദ്യ യോഗം, അത്തരത്തിൽ പല പ്രത്യേകതകളുമുണ്ട്. എങ്കിൽ കൂടിയും ശ്രദ്ധാകേന്ദ്രം ഗാസ തന്നെയായിരിക്കും. കാരണം ഐക്യരാഷ്ട്രസഭ തന്നെ നിയോഗിച്ച ഏജൻസികൾ ഇത്തരത്തിൽ മനുഷ്യക്കുരുതിയാണ് അവിടെ നടക്കുന്നത് എന്ന് വിലയിരുത്തി കഴിഞ്ഞു. സ്വാഭാവികമായും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളിൽ വളരെ കുറച്ച് രാജ്യങ്ങളാണുള്ളത്. US, ഇറ്റലി, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ. ഇപ്പോൾ അല്പം മുമ്പ് പുറത്തു വന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇറ്റലിയിലെ മിലാൻ തെരുവിലടക്കം പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനങ്ങൾ അക്രമാസക്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തെരുവുകളിൽ ആയിരക്കണക്കിന് പ്രക്ഷോഭകർ ഈ പലസ്തീൻ ഐക്യദാർഢ്യ റാലിയിൽ പങ്കെടുക്കുന്നു. അങ്ങനെ സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാട് നേരത്തെ തന്നെ പല രാജ്യങ്ങളും പിന്തുണ നൽകിയതാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ, അതായത് ഇസ്രയേൽ ശക്തമായ അധിനിവേശം തുടരുന്ന ഈ പശ്ചാത്തലത്തിൽ ഏതാണ്ട് 65,000-ത്തിലധികം മനുഷ്യർ ഇതിനോടകം മരിച്ചു കഴിഞ്ഞ, ശക്തമായ ദാരിദ്ര്യം അനുഭവിക്കുന്ന, അവിടത്തെ മാനുഷിക രഹിതമായ സാഹചര്യങ്ങൾ കൂടി വരുമ്പോൾ ഒരു നിലപാട് കൂടി, ഇത്തരത്തിൽ നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഫ്രാൻസ് നാളെ ഈ ചർച്ചകളിൽ ഈ നിലപാട് മുന്നോട്ട് വയ്ക്കുമോ, അതിന് എത്ര രാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കും? സ്വാഭാവികമായും വലിയ പിന്തുണ ലഭിക്കാം. ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്താം. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വീറ്റോ അധികാരമുള്ള അമേരിക്കയുടെ അടക്കമുള്ള നിലപാടുകൾ എന്താകും എന്നൊക്കെ ഉറ്റുനോക്കുകയാണ് രാജ്യങ്ങൾ. എന്തായാലും സ്വതന്ത്ര പാലസ്തീൻ എന്ന നിലപാടിന് കൂടുതൽ പിന്തുണ ഒരു വശത്ത് ലഭിക്കുമ്പോൾ മറുവശത്ത് നിലപാട് കൂടുതൽ കടുപ്പിക്കുകയാണ്, അധിനിവേശം കൂടുതൽ കടുപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇന്ന് മാത്രം 37 പേരാണ് ഇന്ന് പുലർച്ചെ മുതൽ ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും. ശ്രീജ, വി ആർ കാർത്തിക്കാണ് വിവരങ്ങൾ നൽകിയത്.